വയനാട്ടിൽ ഇന്നത്തെ തിരച്ചിൽ 6 സോണുകളായി തിരിച്ചായിരുന്നു. നാളെയും ഏത് തരത്തിലേക്കാണ് എന്നുള്ളത് ആ തരത്തിലേക്ക് തന്നെയാണോ എന്നത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ കരയിൽ തെരച്ചിൽ തുടരും. അതിനോടൊപ്പം തന്നെ വ്യാപകമായി തെരച്ചിൽ നാളെ നടക്കാനിരിക്കുന്നത് ചൂരൽ മലയിലാണ്. ഒപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ, ഐബോർഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളവ നാളെ എത്തിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ്. സുർജിത്ത് അയ്യപ്പത്ത് നാളത്തെ തെരച്ചിലിൻ്റെ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നത് മുഖ്യമന്ത്രി പറയുമ്പോൾ നാളെയൊക്കെ അത് അവസാന ദിനമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നാളെ ഏത് തരത്തിൽ വ്യാപക തെരച്ചിലിനാണ് ഇപ്പോൾ ഒരുക്കങ്ങളുള്ളത്? നാളെയും തിരച്ചിൽ തുടരും. ഇന്ന് 5ാം ദിനമായിരുന്നു. ഇന്ന് 6 മേഖലകളായി തിരിച്ച് ഇന്നലെ നടന്നതിന് സമാനമായ തിരച്ചിലാണ് ഇന്ന് നടന്നത്. നാളെ കരയിൽ തിരച്ചിൽ തുടരും. പക്ഷേ ഇനിയിപ്പോൾ കരയിൽ കാര്യമായ എന്തെങ്കിലും കണ്ടെടുക്കാനുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ കരയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ചാലിയാറിൽ വ്യാപകമായ പരിശോധനയാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള വനമേഖല കേന്ദ്രീകരിച്ചൊപ്പം തന്നെ പുഴയിലുമുള്ള തിരച്ചിൽ എന്നുള്ളതാണ്. സുർജിത്ത്, കേൾക്കാമോ? അനുജ, നാളെ ഈ ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത്. കാരണം മൃതദേഹങ്ങൾ കൂടുതലായി ലഭിക്കുന്നത് ചാലിയാർ പുഴത്തടത്തിൽ നിന്നാണ്. ആ മേഖല കേന്ദ്രീകരിച്ച് പുഴയരികിലും മറ്റും വ്യാപകമായ രീതിയിലുള്ള തെരച്ചിലിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഐബോർഡ് പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാനുള്ള അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 7 മണി മുതൽ തന്നെ വെളിച്ചം വീഴുന്ന ഘട്ടത്തിൽ തന്നെ പരിശോധന തുടങ്ങാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല പള്ളിക്ക് സമീപമാണ്. ഇവിടെ ഏതാണ്ട് ആളുകളെല്ലാം ഒഴിഞ്ഞു. ഏതാണ്ട് രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഈ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ രക്ഷാപ്രവർത്തകരിൽ ചിലർ ഇവിടെയുണ്ട്. ഇവിടെ ഷംസു എന്ന് പറയുന്ന, ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഷംസു എന്ന് പറയുന്ന ഒരു ഇദ്ദേഹം ഇവിടെ നിന്ന് വിവാഹം കഴിച്ചുപോയ ആളാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെയാണ് ഉള്ളത്. അവരുടെ ഭാര്യയുടെ കുടുംബം ഇവിടെയാണുള്ളത്. അവർ അവിടെ കഴിഞ്ഞിരുന്ന പാടി സുരക്ഷിതമാണ്. അതിൽ നിന്നുള്ള ഡോക്യുമെന്റും സാധനങ്ങളും എല്ലാം തന്നെ എടുത്ത് ഇവർ മടങ്ങി എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ആളുകളെല്ലാം തന്നെ മാറി താമസിച്ച വീട് പൂർണ്ണമായും തുടച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ചിലർ മരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 11 പേർ മരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഷംസു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഷംസുവിന് ജസ്റ്റ് പറയാൻ പറ്റും? സാറേ, എൻ്റെ വീട് പടിഞ്ഞാറത്ര അറുവാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനൊരു TV ന്യൂസിൽ എഴുതി കാണിക്കുന്നുണ്ട് മുണ്ടൊക്കെ ചെറിയൊരു എവിടെയോ പൊട്ടുന്നുണ്ടെന്ന് ഉച്ച സമയത്ത് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഉമ്മയായിട്ടൊക്കെ സംസാരിച്ച് അപ്പം പറഞ്ഞ മോനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മോച്ചനെ വാവാന്ന് വിളിക്കുക. വാവ വന്നിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യുക, അങ്ങോട്ട് വരാം. അപ്പോൾ അളിയന്മാരെന്താ ചെയ്യുന്നത്? അപ്പോൾ തലേദിവസം ഇവരെന്തോ ഉറക്കശീലം അവർ ഉറങ്ങുകയാണെന്നാണ് പകൽ വിളിച്ചപ്പോൾ. അപ്പം നിരന്തരമായി നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ അന്ന് രാത്രി ഒരു 10 മണിക്ക് 9:30 10 മണി ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഫോണിലൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങളൊക്കെ സേഫാണ്, ഇത് തറവാട്ട് വീട്ടിലാണുള്ളത്, പേടിക്കണ്ട. ഇവരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, കുടുംബ ഗ്രൂപ്പിലൊക്കെ ഇത് ഇട്ടു. ഞങ്ങളൊക്കെ ഒരു സ്ഥലത്താണുള്ളത്. പായ വിരിച്ച് കിടക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ചിലർ ഒന്നിച്ച് ഇരിക്കാന്നുണ്ട്. എന്നിട്ട് പാടിന്ന് തറവാട്ടിലോട്ട് പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. 11 പേര് മിസ്സിംഗ് ആണ്. അതിൽ 5 പേരെ കിട്ടിയിട്ടുണ്ട്. മൃതദേഹം കിട്ടി. 6 ആളെ കിട്ടാൻ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളിപ്പോ അവിടെ പോയി കയറി ഞങ്ങളെ കാലേന്ന് പറ്റി ചെളിയാ അവിടെ ഉള്ളു. ഒന്നുമില്ല. ചുറ്റുഭാഗങ്ങൾ കംപ്ലീറ്റ് അടിച്ചില്ല, പൂർണ്ണമായിട്ട്. ഇതാണ് ഈ പല ആളുകളും ഇവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് എന്താണ് സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഷംസുവിന്റെ വീട്ടുകാരിൽ 11 പേരാണ്. 11 പേരിൽ ആകെ 5 മൃതദേഹങ്ങൾ കിട്ടി. ബാക്കിയുള്ളവർ 6 പേരെ കാണാനില്ല എന്നുള്ള അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവർ തങ്ങിയിരുന്ന പാടിയിൽ ഒരുപക്ഷെ വളരെ സുരക്ഷിതമായവർക്ക് അവർ അവിടെയാണെങ്കിൽ സുരക്ഷിതരായി ഇരുന്നേനെ, ജീവനോടെ ഉണ്ടായേനെ. പക്ഷേ അവർ ഇപ്പുറത്തേക്ക് മാറി വേറൊരു സ്ഥലത്ത് താമസിച്ചു. ആ ഭാഗം മുഴുവൻ ഉൾപ്പെടൽ കൊണ്ടുപോയി. ഇത്തരത്തിലുള്ള വളരെ ദൈന്യത നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് ഈ പ്രദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ വന്ന് ആ സ്ഥലത്തേക്ക് വന്ന് നോക്കി വിതുമ്പലടക്കാനാകാതെ ഇവിടെ നിന്നും കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്ത് മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ചില
ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ മേഖലയിൽ, അതായത് ഈ ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും അതോടൊപ്പം ഈ ചൂരൽമലയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു ദുരന്ത പശ്ചാത്തലത്തെ മുതലെടുക്കാൻ വേണ്ടി ചില ശക്തികൾ വരുന്നുണ്ട്. തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്ന ഈ പള്ളിയുടെ അപ്പുറത്ത്, അതായത് ഇതിൻ്റെ തൊട്ടടുത്തായി അങ്ങാടിയിലുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിൽ മോഷണം നടന്നു. ഒരു സുഹൃത്തായിട്ടുള്ള ഈ ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്ത് ഒരു സുഹൃത്തായിട്ടുള്ള സുൽഫി അല്പസമയം മുമ്പാണ് എന്നെ വിളിച്ചത്. സുൽഫിക്കർ പറയുന്നത് അവിടുത്തെ വീടുകളിൽ ഷർട്ട് പോലും മോഷ്ടിക്കുന്ന, അടിച്ചു മാറ്റുന്ന വിരുദ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഈ പോലീസും സൈനിക സംവിധാനങ്ങളും ഇത്തരം രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരും ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഒരു അപകടകരമായ അവസ്ഥയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ മുതലെടുത്ത് ഇങ്ങനെ വരുന്ന ആളുകളും അപകടകരമായ രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇവിടെ. ഈ നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ ഒന്നിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല കോണുകളിൽ നിന്നും സഹായമായി ആളുകൾ എത്തുന്ന ഒരു കാലമാണിത്. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇതിനെ ചൂഷണം ചെയ്യുന്ന ചില ശക്തികൾ പല ഭാഗങ്ങളിൽ ഇടപെടുന്ന ഒരു അവസ്ഥ കൂടി ഈ നാട്ടിലുണ്ട്. അനുജ, ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.